ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണല്ലേ. അപ്പോൾ എങ്ങോട്ടുള്ള യാത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഇത് തന്നെയാണോ പണിയെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, വല്ലപ്പോഴും ഒന്ന് മാറി വീട്ടിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസം. പിന്നെ ഇങ്ങനെ പോകുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഞങ്ങളുടെ 15th വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ടാട്ടോ ഞങ്ങൾ 4 പേരും കൂടി പോകുന്നത്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എന്താ പറയുക, പോകാൻ തീരുമാനിച്ച് പോകണതാണ്. നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. നേരത്തെ നോക്കി വെച്ചാൽ ഒന്നുമല്ല. പോണേൻ്റെ ഒരു സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഫ്രൈഡേ ഇരുന്ന് നോക്കി മെസ്സേജ് അയച്ചു. റിസോർട്ടിൽ നിന്ന് സാറ്റർഡേ മോർണിംഗ് ആണ് ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയത്. അപ്പോൾ കുഴപ്പമില്ലാത്ത പാക്കേജാണെന്ന് തോന്നി. ഞങ്ങൾ അന്ന് വൈകുന്നേരം സാറ്റർഡേ ഈവനിങ് ആണ് ചെക്ക് ഇൻ ചെയ്തത്. ഈവനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും വൈകി ഒരു 6 മണിയായി ഞങ്ങളവിടെ ചെക്ക് ഇൻ ചെയ്തപ്പോൾ. ആ ഒരു കുറവുണ്ടായിരുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് റിസോർട്ട് കണ്ടപ്പോൾ ദൈവമേ, കുറച്ച് ദിവസം കൂടി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം കൂടുതൽ, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. അത്രയും അടിപൊളി റിസോർട്ട്. എനിക്ക് ഞങ്ങൾ കുറേ റിസോർട്ടിൽ പോയി നിന്നിട്ടുണ്ട്. അതിൽ എല്ലാ തവണയും ഞാൻ പറയും ഇത് നല്ല റിസോർട്ടാണ്, ഇത് നല്ല സൂപ്പർ റിസോർട്ടാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പോയ അത്രയും റിസോർട്ടിനെ എല്ലാം കടത്തി വെട്ടണ ടൈപ്പ് റിസോർട്ട്. ഇതൊരു 5 സ്റ്റാർ റിസോർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫെസിലിറ്റീസ് എല്ലാം കാണും, അതിൻ്റെ ഒരു വ്യത്യാസം കാണും. പിന്നെ ഈ റിസോർട്ടുള്ളത് പൂവാറിലാണ്. അപ്പോൾ ഞങ്ങൾ പൂവാറിൽ ഇതിന് മുമ്പും പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം. ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരം പോയാൽ മതി പൂവാറിലേക്ക്. അപ്പോൾ പെട്ടെന്നൊരു നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ദൂരത്തേക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പൂവാറ് സെലക്ട് ചെയ്തത്. പിന്നെ പൂവാറ് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല എന്താ പറയുക, ബോട്ടിങ് അത് ഇതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത്തവണ ഞങ്ങൾ അതിനൊന്നും പോയില്ല. കാരണം ഈ റിസോർട്ട് തന്നെ അതിലെല്ലാം കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും സ്ഥലവും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ എങ്ങോട്ടും പോയില്ല, റിസോർട്ടിൽ തന്നെയാട്ടോ ഞങ്ങൾ നിന്ന്. ആകെ ഒരു 1 ഡേ സ്റ്റേ ആയിരുന്നു. അതായത് ഒരു ദിവസം വൈകുന്നേരം 6 മണിയായപ്പോൾ എത്തി. പിറ്റേ ദിവസം അവിടെ നിന്ന് നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനുള്ളൊരു അഫോർഡബിൾ റേറ്റിന് കിട്ടിയോണ്ടാണ് വേഗം എടുത്തത്. അങ്ങനെ ഞങ്ങൾ എസ്റ്റുറി സരോവർ പോർട്ടിക്കോയിലേക്ക് എത്തി. ഇത് മെയിൻ ഗേറ്റാണ്. അവിടെ നിന്ന് അകത്തേക്ക് കുറച്ചും കൂടി പോകാനുണ്ട്. ഈ കാണുന്ന മുഴുവൻ അതിൻ്റെ ഒരു സ്പേസ് ആട്ടോ. നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാനുള്ള ഒരുപാട് സ്പേസ് ഉള്ളൊരു റിസോർട്ടാണ്. ഞങ്ങൾ പലതവണ പൂവാറിൽ പോയിട്ടുള്ളപ്പോഴൊക്കെ അതിലെ ബോട്ടിങ്ങിന് പോകുമ്പോൾ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ കാണാണ്ടോ എന്ത് വലിയ റിസോർട്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അവിടെ പോകാനൊരു അവസരം കിട്ടുന്നത്. സത്യം പറയാലോ, ഞാൻ ഇപ്പോഴേ എൻ്റെ ഹസ്ബൻഡിനടുത്ത് പറഞ്ഞേക്കുക, അടുത്ത കൊല്ലം ഇനിയൊരു വെഡിങ് ആനിവേഴ്സറിക്കിടെ ഏതെങ്കിലും റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരാം, അല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നും കൂടി വരണം. ഞങ്ങൾ ജസ്റ്റ് 1 ഡേ അല്ലേ സ്റ്റേ ചെയ്തോളൂ, അത് കാരണം. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് പതുക്കെ പുറത്തേക്കൊന്ന് ഇറങ്ങി ആ വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി, ആ സൺസെറ്റിൻ്റെ ടൈമിലുള്ള വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല സ്പേഷ്യസ് ഉള്ളൊരു സ്ഥലം. ദൂരം വേണമെങ്കിലും നടക്കാനും കളിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിനുള്ള ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കും അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ ഇത്. ചുമ്മാ പോയി റൂമിൽ പോയി ഇരിക്കുന്ന ഒരവസ്ഥയല്ലായിരുന്നു. ഞാൻ അതിന് മുമ്പ് മൺട്രോ ഐലൻഡിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു റിസോർട്ടിൽ പോയിട്ടുണ്ട്. അവിടെ ഇതുപോലെ തന്നെ പുറത്ത് നമുക്ക് നടന്ന് ആസ്വദിക്കാനൊക്കെ പറ്റും. പക്ഷെ അതിലും ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഒരു സന്ധ്യ കഴിഞ്ഞ് 7 മണി 7:30 ആയപ്പോഴും ഡിന്നർ റെഡിയായി. ഞങ്ങൾ ബുഫേ ആണ് ചൂസ് ചെയ്തത്.
അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ മോർണിംഗ് വൈബ് കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എണീറ്റ് ഈ ഒരു തീരത്ത് നടക്കാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം നടന്നു കേട്ടോ. നല്ല രസമായിരുന്നു. കാറ്റും ഉണ്ട്, നമുക്ക് നടക്കാനുള്ള സ്ഥലവും ഉണ്ട്. എന്താ പറയുക, അത് ശരിക്കും ആസ്വദിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ, പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. ആ കാണുന്നതാണ് ഗോൾഡൻ സാൻഡ് ബീച്ച്. ഇതിനു മുമ്പ് പോകാറ് വന്നപ്പോഴും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ബോട്ട് യാത്രയായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവരുടേത് ഇപ്പോൾ ബോട്ട് യാത്ര ഫ്രീ ആണ്, അതായത് ഇവിടെ നിന്ന് ആ സാൻഡ് ബീച്ചിൽ പോകാനായിട്ട്. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് പല തവണ മഴ പെയ്തും ആ ഒരു എന്താ പറയുക കടൽ കയറി കിടക്കുന്ന സമയമായതുകൊണ്ടും അങ്ങോട്ടുള്ള യാത്ര നിരോധിച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ നടത്തമൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. ബാക്കി ഡിന്നറും ലഞ്ചുമാണ് ഇൻക്ലൂഡഡ് അല്ലാത്ത പാക്കേജിൽ. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു, വെറൈറ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞങ്ങൾ ഇൻഡോർ ഗെയിംസൊക്കെ ഒന്ന് കാണാൻ എവിടെയാണെന്നും അല്ലെങ്കിൽ എവിടെയാണെന്ന് അയാൾ അന്ന് തലേദിവസം കാണിച്ചു തന്നെങ്കിലും ഞങ്ങൾ ഒന്നും അകത്തേക്കൊന്നും കയറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ഞാനും മക്കളും കൂടി ഇറങ്ങി. അവർക്കാണെങ്കിൽ റൂമിൽ ഇരിക്കാനേ ഇഷ്ടമല്ല, പോകാമെന്നിങ്ങനെ ധൃതി പിടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവസാനം ഞാനെന്നാൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരും കൂടി പോവുകയാണ്. പിടിച്ചിങ്ങനെ നിൽപ്പുള്ളൂ കേട്ടോ. എനിക്ക് കളിക്കാനൊന്നും അറിയില്ല. ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മളിതൊന്നും കളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയുകയില്ലായിരുന്നു.
ലഞ്ചിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പോയി കഴിച്ചു. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണി 4:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് ടീ ആൻഡ് സ്നാക്സ് ഫ്രീ ആണ്. പിന്നെ അത് ഈ കടൽ തീരത്ത് മറ്റേ ആ ഒരു ഗാർഡൻ പോലത്തെ ആ ഒരു സ്പേസിലാണുള്ളത്. ചായക്കട എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. റിസോർട്ടിലുള്ളവരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്, അപ്പോൾ പിള്ളേർക്ക് കളിക്കാം. പിന്നെ ടയറിൽ തന്നെ അതുപോലെയുള്ളതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവർ ആ ഏരിയയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത്രയും സ്പേസ് ഉള്ളതും ആ സ്പേസ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്താലോ എന്ന് വിചാരിച്ചു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സൈക്കിൾ ഓട്ടിയിട്ടുള്ളത്, പിന്നെ ചവിട്ടിയിട്ടേ ഇല്ല. എന്നാലും ബാലൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഈ അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ആയി, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. ഞങ്ങളെല്ലാവരും റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ചെക്കൗട്ട് ചെയ്യാനായിട്ട് റിസപ്ഷൻ്റെ ആ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് മതിയായില്ല. അവിടെ നന്നായിട്ട് ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങളും നടക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയും പോയി അവിടെ പോയി സൈക്കിൾ ഓട്ടണം, അവിടെ പോയി നടക്കണം, അതുപോലെ ചുറ്റി നടക്കണം, കാണണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു അവസരത്തിൽ എന്തായാലും ഞങ്ങൾ വരുന്നു പ്ലാൻ ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അവിടുന്ന് ചെക്കൗട്ട് ചെയ്തത്. അത്രയും ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റ് ആണെന്ന് തോന്നിയാൽ മസ്റ്റായിട്ട് പൂവാറിൽ പോകണമെന്ന് ആഗ്രഹിച്ചാൽ മസ്റ്റായിട്ട് പോയി നിൽക്കേണ്ട ഒരു റിസോർട്ടും കൂടിയാട്ടോ അത്. അത്രയും നല്ലൊരു റിസോർട്ട് തന്നെയാണ്. ഒരു തവണയല്ല, പല തവണ ഇവിടേക്ക് വരേണ്ടി വരും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോരുന്നത്. ശരിക്കും മതിയായില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ദെൻ, ടാറ്റാ, ബൈ.